ശ്രീജിത്ത്, നാളെ ആദ്യഘട്ടവുമായി ബന്ധപ്പെട്ട് ഇന്ന് കൊട്ടിക്കലാശമാണ്. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ ബൂത്തിലേക്ക് എത്തുന്നു 7 ജില്ലകൾ. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ മാറിമറിഞ്ഞു വന്നത് നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്തൊക്കെയാണ് ഈ കൊട്ടിക്കലാശ മണിക്കൂറുകളിൽ നൽകാനുള്ള വിവരങ്ങൾ ശ്രീജിത്ത്? ഉന്മേഷ്, ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം ജില്ല വരെയുള്ള സ്ഥലങ്ങളിലെ പരസ്യപ്രചാരണമാണ്, ജില്ലകളിലെ പ്രചാരണമാണ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കുന്നത്. നാടും നഗരവും ഉണർന്ന ശക്തമായ പ്രചാരണത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീഴുമ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ പാരമ്യത്തിലാണ് തെക്കൻ കേരളം എന്ന് നിസ്സംശയം പറയാം. നാടിന്റെ മുക്കിലും മൂലയിലും പ്രചാരണ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. എല്ലായിടത്തും തങ്ങളുടെ സ്വാധീന മേഖലകളിൽ തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശക്തമായ പ്രചാരണത്തിലാണ് മുന്നണികൾ എന്ന് തന്നെ പറയാം. ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ നിന്നുള്ള, തിരുവനന്തപുരം നഗരസഭയിൽപ്പെട്ട പേരൂർക്കടയിലെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ എൻ്റെ ക്യാമറയിലൂടെ കാണുന്നത്. ഇവിടെയാണ് തിരുവനന്തപുരം നഗരസഭയിലെ പ്രധാനപ്പെട്ട കൊട്ടിക്കലാശം നടക്കുന്നത്. എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെയും BJP-യുടെയും LDF-ന്റെയും പ്രവർത്തകർ ഇതിനകം തന്നെ ഈ റോഡിന്റെ മധ്യസ്ഥാനത്ത് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന മണിക്കൂറുകൾ ഇവിടെ ആവേശം നിറയുമെന്ന കാര്യം ഉറപ്പാണ്. എല്ലാ വർഷവും ആവേശത്തിന്റെ കൊടുമുടി കയറുന്ന കാഴ്ചയാണ് പേരൂർക്കടയിൽ നിന്ന് നമ്മൾ പ്രേക്ഷകരെ എത്തിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇത്തവണയും വലിയ തോതിലുള്ള ആവേശമുണ്ടാകും. കൊട്ടിക്കലാശം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ആയതുകൊണ്ട് തന്നെ പല കേന്ദ്രങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ചും ഒരു പ്രത്യേക കേന്ദ്രം കേന്ദ്രീകരിച്ച് മാത്രമല്ല, റോഡ് ഷോകൾ പല വാർഡുകളിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് സംഗമിക്കുന്നുവെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ശാസ്തമംഗലം, വട്ടിയൂർക്കാവ്, ഒപ്പം തന്നെ വലിയതുറ, വെട്ടുകാട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ റോഡ് ഷോകളും മറ്റും നടക്കുകയാണ്. അങ്ങനെ 101 വാർഡുകളുള്ള തിരുവനന്തപുരം നഗരസഭയുടെ എല്ലാ മേഖലകളിലും തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് കാര്യം. ശബരിമല വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം, വികസന കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രചരണ രംഗത്ത് സജീവമായി ചർച്ച ചെയ്തു. എങ്കിലും വിവാദ വിഷയങ്ങൾക്കായിരുന്നു വികസന കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാമുഖ്യം ലഭിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമി ബന്ധം, BJP UDF, BJP CPM ബാന്ധവം, അങ്ങനെ വിവാദങ്ങൾ ഏറെ അലയടിച്ച ഒരു പ്രചാരണമാണ് കഴിഞ്ഞ 20 നാളുകളായി തെക്കൻ കേരളത്തിൽ കടന്നുപോയത്. എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് എത്തുമ്പോൾ പ്രചരണം അതിന്റെ ഏറ്റവും ശക്തമായ തോതിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.